ചാപ്റ്ററിലെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. കിർച്ചോഫ് ലോസ്. ഇതൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം 2 ലോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് കറണ്ട് ലോ, രണ്ടാമത്തത് വോൾട്ടേജ് ലോ. റെഡി? അപ്പോൾ ഒന്നാമത്തത് ഫസ്റ്റ് ലോ, കിർച്ചോസ് ഫസ്റ്റ് ലോ. റെഡി? അതിന് മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, KCL, കിർച്ചോസ് കറണ്ട് ലോ. റെഡി? ലോ ഇത്രേ പറയുന്നുള്ളൂ. ദി ഓൾജിബ്രൈക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ഓൾജിബ്രൈക് സം എന്ന് പറയുന്നത്, ഓൾജിബ്രൈക് സം എന്നുള്ള ടോട്ടൽ സം ചെയ്യുന്നത്, അത് 0 എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ വ്യക്തമാവില്ല. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു കനാല്, ഓക്കെ, ഒരു പുഴ, ഒരരുവി, കനാല്, പുഴ, അരുവി. കനാല് കൂടെയും വെള്ളം വരുന്നു, പുഴയിലൂടെയും വെള്ളം വരുന്നു, അരുവിയിലൂടെയും വെള്ളം വരുന്നു. ഓക്കെ, ഈ വെള്ളങ്ങൾ പോകുവാനുള്ള പാത്ത് പോയിക്കൊള്ളേ. ഇവിടെ വലിയൊരു നദിയുണ്ട്. റെഡി? ഇവിടെ നിന്നൊരു ചെറിയൊരു കനാലും. നോക്കിക്കോളൂ, പുഴയിലൂടെയും വെള്ളം വരുന്നു, കനാലിലൂടെയും വെള്ളം വരുന്നു, അരുവിയിലൂടെയും വെള്ളം വരുന്നു. ഈ വെള്ളങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കൂടിച്ചേർന്നിട്ട് അത് അല്പം നദിയിലൂടെയും പോകുന്നു, വലിയൊരു ഭാഗം നദിയിലൂടെയും പോകുന്നു, കുറച്ച് കനാലിലൂടെയും പോകുന്നു. അഥവാ ഈ കനാലിലൂടെയും പുഴയിലൂടെയും അരുവിയിലൂടെയും വന്ന വെള്ളമാണല്ലോ നദിയിലേക്കും കനാലിലേക്കും പോയത്. വിച്ച് മീൻസ് ടോട്ടൽ ഇൻകമിംഗ് വാട്ടർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്ഗോയിങ് വാട്ടർ. ഇതേ രീതി നമ്മൾ കറണ്ട് എടുക്കുന്നു. നമ്മൾ കനാലിനും പുഴയ്ക്കും അരുവിക്കും പകരം നമ്മൾ 3 കണ്ടക്ടർ എടുക്കുക. 3 കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ I1, I2, I3. റെഡി? ആ കറണ്ടുകൾ I4 ആൻഡ് I5. അപ്പോൾ ഇത് ജംഗ്ഷനാണ്. ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ നോക്കൂ, ഏതൊക്കെയാണ് വരുന്നത്? I1 പ്ലസ് I2 പ്ലസ് I3. ഇനി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകളോ? ദാറ്റ് ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5. ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് ഓർ ദ ഓൾജിബ്രൈക് സം. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചേർത്ത് വരുന്നു. I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5. ഔട്ട് ഗോയിങ് കറണ്ട് നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കുന്നു, ഇൻകമിംഗ് കറണ്ട് പോസിറ്റീവ് ആക്കി എടുക്കുന്നു. ഈസ് ഈക്വൽ ടു 0. അപ്പം ലോ ഒരു തവണയോടെയും കേട്ടോളൂ. ദി ഓൾജിബ്രൈക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. വിച്ച് മീൻസ് ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. ഒരു ജംഗ്ഷനിലേക്ക് ഏതൊക്കെ കറണ്ടുകളാണോ വരുന്നത് അതേ കറണ്ടുകളാണ് ജംഗ്ഷനിൽ പോകുന്നത്. ഇതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ. അടുത്ത കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ KVL, കിർച്ചോസ് വോൾട്ടേജ് ലോ. ഒരു തവണ ലോ സ്റ്റേറ്റ് ചെയ്യാം. ദി ഓൾജിബ്രൈക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി current and resistance in a closed loop is equal to algebraic sum of EMF. ഒരു കാര്യം മനസ്സിലായി ഉണ്ടാവില്ല. നോക്കൂ, നമ്മളൊരു സർക്യൂട്ട് എടുക്കുന്നു. നമ്മൾ റെസിസ്റ്റർ ഇൻ സീരീസിലെടുത്ത അതേ സർക്യൂട്ട് ഞാൻ ഇവിടെ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിക്കാൻ വരച്ചു. ഓക്കെ, ഒരു സെല്ലിന് പകരം രണ്ടാമതൊരു സെല്ലും കൂടി കൊടുത്തു. റെഡി? ഇതിന്റെ EMF E ആക്കിയെടുത്തു. ഇത് E1, ഇത് E2. ഓക്കെ, R1, R2, R3. ഇനി ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി നോക്കിക്കോളൂ. ദി ഓൾജിബ്രൈക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൊഡക്റ്റ് ഓഫ് ദി കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് സംവിധ IR1 പ്ലസ് IR2 പ്ലസ് IR3. ഇതാണ് ഓൾജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്.
IR1 plus IR2 plus IR3 is equal to algebraic sum of EMF എന്ന് പറയുന്നത് E1 plus E2. ഇനിയല്ലോ ഒരിക്കലൂടെ നോക്കൂ. The algebraic sum of the product of the current and resistance in a closed loop is equal to algebraic sum of EMF, which means the sum of product of IR is equal to sum of EMF. വോൾട്ടേജുകളുടെ സം എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സം എന്ന് പറയുന്നത് EMFന്റെ ടോട്ടൽ EMFന് ഇക്വലന്റ് ആയിരിക്കും. ഇനി ടെക്സ്റ്റുകളിൽ നമുക്ക് ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ സമ്മേഷൻ ഓവർ കറണ്ട് നമ്മൾ I ആക്കി എടുത്തു. IR ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ EMF. ഓക്കെ, ആ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരുന്നു. അപ്പോൾ IR മൈനസ് സമ്മേഷൻ ഓവർ E ഈസ് ഈക്വൽ ടു 0. തിരിച്ചു എഴുതാം, E മൈനസ് IR ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റിൽ ചില സ്കൂളുകളിൽ പറയാറുണ്ട്, ടെക്സ്റ്റുകളിൽ പറയാറുണ്ട്. നമ്മളിവിടെ എന്തിരിക്കുന്നു, ഈക്വൽ ടു 0ന് പകരം ഈക്വൽ ടു EMF എടുക്കുന്നു. ഇതാണ് കുറച്ചും കൂടി എളുപ്പം, കാര്യങ്ങൾ വ്യക്തമാവുക. അപ്പോൾ ഒരിക്കലും പറയുന്നു, ദി algebraic sum of the product of the current and resistance in a closed loop is equal to algebraic sum of EMF. വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മാണ് EMF. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിച്ച കാര്യം ഒന്ന് ഓർത്ത് നോക്കോളൂ. നമ്മൾ ഇതേ കാര്യത്തിൽ റെസിസ്റ്റർ ഇൻ സീരീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V1 ആണ്, ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V2 ആണ്, ഇതിനക്രോസുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് V3 ആണ്. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഓർമ്മ വെച്ചോളൂ. EMF ടെർമിനൽ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ. ഒരിക്കലും കേൾക്കണേ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു ദ അനദർ ടെർമിനൽ, one terminal of the resistor to the another terminal. അപ്പോൾ ഈ സെല്ല് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു ഇലക്ട്രോണിനെ എത്തിക്കുവാൻ ത്രൂ ഔട്ട് ചെയ്ത വർക്കാണ് EMF. എന്നാൽ സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലേക്ക് ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കുവാൻ സെല്ല് ചെയ്ത വർക്കാണെന്ത്, ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് V1 ആണ്, ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് V2 ആണ്, ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് V3 ആണ്. ദിസ് വർക്ക് ഡൺ, എനർജി കൺസർവേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിടുന്നു, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് V1 പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ വർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഡ്രോപ്പ് വന്നു V1 പ്ലസ് V2 പ്ലസ് V3 ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. നമ്മൾ ഈ കണക്റ്റിംഗ് വയറിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ഓക്കെ, സോ ആൾജിബ്രായിക് സം ദ ടെർമിനൽ പൊട്ടൻഷ്യലുടെ സം എന്ന് പറയുന്നത് EMF ആയിരിക്കും. So the second law is based on the law of conservation of energy. Okay, but the first law is in regards with the law of conservation of charge ആണ്. Total incoming charge is equal to total outgoing charge പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ വർക്ക് വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വലിയ സർക്യൂട്ട് നമുക്ക് തരും, ആ സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൂപ്പ് സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ KVLന്റെ നമ്മൾ സർക്യൂട്ട് ലൂപ്പ് അനലൈസ് ചെയ്യാൻ പോവാം. എങ്ങനെയൊക്കെയാണ് കിർച്ചോഫ് വോൾട്ടേജ് റൂള് ഒരു സർക്യൂട്ടിൽ അനലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു സർക്യൂട്ട് എടുത്തു, റെഡി, ഇത് P, ഇത് Q, ഇത് R. റെസിസ്റ്ററുകളാണ് P, Q ആൻഡ് R. ഒരു സെല്ല്. ഓക്കെ, സെല്ലിൻ്റെ EMF E ആണ്. റെഡി, ഇനി നമുക്ക് മെഷ് റൂള് കൊടുക്കണം. മെഷ് എന്ന് പറഞ്ഞാൽ ഓരോരോ ലൂപ്പുകൾ വലക്കണ്ണി എന്നുള്ള രീതിയിലാണ് സാധനം വരുന്നത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നു. റെഡി, I കറണ്ടാണ് ഇവിടെ സെല്ല് ഡ്രൈവ് ചെയ്ത്. ആ സെല്ല് ഡ്രൈവ് ചെയ്ത കറണ്ട് ഈ ജംഗ്ഷനിലെത്തി. സോ ആയിട്ട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നത് I1 കറണ്ട്, രണ്ടാമത്തെ കറണ്ട് ഇത് നമ്മൾ എന്താക്കി എടുക്കുന്നു, I2 ആക്കി എടുക്കാം. വേണമെങ്കിൽ ഇത് I മൈനസ് I1 എന്നാക്കി എടുക്കാം. ഈ കറണ്ട് I2ന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതാ I മൈനസ് I1. റെഡി, എന്നിട്ട് കറണ്ട് നേരെ ഇവിടെ എത്തി, ഈ ജംഗ്ഷനിലെത്തി.
I2 കൊടുത്താലും കുഴപ്പമില്ല, എന്തും ചെയ്യാം, വേരിയബിൾ ആണല്ലോ. ഇങ്ങോട്ടേക്ക് സം ചെയ്തു, I തിരിച്ചു വന്നു. ഇൻകമിംഗ് കറണ്ട് ഈ ജംഗ്ഷനിലേക്കുള്ള ഇൻകമിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന ഇൻകമിംഗ് കറണ്ട് I മൈനസ് I ആണ്. ഓക്കെ, ഇത് I1 വരുന്നു, I മൈനസ് I1 വരുന്നു. അത് രണ്ടും കൂടി സം ചെയ്യുകയാണെങ്കിൽ ഇവിടെ I കറണ്ട് കിട്ടുന്നു. റെഡി? അപ്പോൾ കറണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൂപ്പ് എടുക്കുന്നു. A B C D E ഓൾറെഡി ഉണ്ട്, F and G. റെഡി? അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണ്. ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു A B C D E F G A. ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ് ലൂപ്പ് A B C D E F G A. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡയറക്ഷൻ സെലക്ട് ചെയ്യുക. ഏതർ മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഫസ്റ്റ് കണക്ഷനാണ്, നമ്മൾ ലൂപ്പ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ഡയറക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട സാധനം, ആ ഡയറക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുക. ഓക്കെ, നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ the product of IR is taken as positive. ഒരിക്കലും പറയുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡയറക്ഷൻ സെലക്ട് ചെയ്യുന്നു. ആ ഫിക്സഡ് ഡയറക്ഷൻ, ഞാൻ സർക്യൂട്ട് അനലൈസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഇതാണ്. റെഡി? ആ ഫിക്സഡ് ഡയറക്ഷനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് കറണ്ടും യാത്ര ചെയ്യുന്നതെങ്കിൽ the product IR is taken as positive. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ the product IR is taken as negative. ഒരു കാര്യം ശ്രദ്ധിച്ചോളേ, നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ the product of I and R is taken as positive. നമ്മൾ സഞ്ചരിക്കുന്നതിന് എതിരായിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ the product of IR is taken as negative. ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റും കൂടി, ഇവിടെ ഒരു സെല്ല് കറണ്ട് ഡ്രിവൺ ചെയ്യുന്നുണ്ടല്ലോ. ആ ഡ്രിവൺ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്ത് ഈ കറണ്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ, കേട്ടോളേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ EMF പോസിറ്റീവ്. ഇനി എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ EMF നെഗറ്റീവ്. ഒരിക്കലും പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡിറക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ടേക്ക് എനി ഫിക്സഡ് ഡിറക്ഷൻ. റെഡി? എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെ കറണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ the product IR is taken as positive IR. If we travel against, the product IR is taken as negative. Okay, if the current is going from negative to the positive for the cell, the EMF is taken as positive E. If current is flows against, then EMF is taken as minus E. ഒരു കാര്യം ആദ്യം പറയാം, ഞാൻ ഇവിടെ എൻ്റെ സർക്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നത് the product of sum of IR is equal to the sum of product of IR is equal to sum of EMF എന്നുള്ള രീതിയിലാണ്, ഈക്വൽ ടു കൺസെപ്റ്റിലാണ്. അല്ലാതെ സം ഓഫ് IR മൈനസ് സം ഓഫ് E is equal to 0 എന്നുള്ള കൺസെപ്റ്റിലല്ല. റെഡി? ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള മാർഗം. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു, ഒരു ലൂപ്പ് എടുത്തു, ഒന്നാമത്തെ ലൂപ്പ് എടുത്തു. ആ ലൂപ്പ് എടുത്തതിന് ശേഷം നോക്കൂ, നമുക്ക് ട്രാവൽ ചെയ്യാം. ഇതാ ഞാൻ സെല്ലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1 കറണ്ടാണ് പാസ് ചെയ്യുന്നത്. I1 കറണ്ട് പിയിലൂടെ പാസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് I1P. റെഡി? ഇനി നേരെ ട്രാവൽ ചെയ്യുന്നു. ലൂപ്പിലേക്ക് ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. വേറെ റെസിസ്റ്റർ ഒന്നുമില്ല. പിന്നെ പോന്ന് നോക്കിക്കോളൂ, ഈസ് ഈക്വൾ, വേറെ റെസിസ്റ്റർ ഇല്ല, കഴിഞ്ഞു. ഈസ് ഈക്വൾ ടു, നേരെ പോന്ന് നോക്കിക്കോളൂ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നതിനെ കൊണ്ട് EMF എന്താക്കി എടുക്കുന്നു, പ്ലസ് E.
Case number 1. Ready? ഇനി രണ്ടാമതൊരു ലൂപ്പ് അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ ലൂപ്പാണ് ഇതിൽ കാണുന്നത്. ഇതിപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിൽ നിന്ന് 3 ഉള്ളത്. ഒരു ലൂപ്പ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ലൂപ്പ് ഇതാ, മൂന്നാമത്തെ ലൂപ്പ് ഇതാ. റെഡി? ഇനി രണ്ടാമത്തെ ലൂപ്പ് നോക്കിക്കോളൂ. ഇതാ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ്, ഇൻക്ലോസ്ഡ് ലൂപ്പ്, ജി സി ഡി ഇ എഫ് ജി. കണ്ടോളേ, ക്ലോസ് ലൂപ്പ് കണ്ടോളേ. ഇനി നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നു. നോക്കിക്കോളൂ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നേരെ പോകുന്നു. ഐ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ആ ഐ കറണ്ട് പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റർ ഒന്നുമില്ല, അപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് ഓഫ് ഐ ആർ ഇല്ല, വർക്കില്ല. ഇനി നമ്മൾ എന്തിരിക്കുന്നു, ഈ കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ ലൂപ്പിൽ കറണ്ട് ഓൾറെഡി ആദ്യം ചെയ്ത് വെച്ചതാ. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ മൈനസ് I1 ആണ് ക്യൂയിലൂടെ പോകുന്ന കറണ്ട്. അതേ കറണ്ട് തന്നെയാണ് ആർ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടെത്തണം. ദാ കറണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണോ, പോസിറ്റീവ് ആയിരിക്കണോ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നു, ഐ മൈനസ് I1 ഇൻറ്റു ക്യൂ, പോയിക്കോട്ടെ, വീണ്ടും പോകുന്നു, ഇവിടെ എത്തി, പ്ലസ് ഇതിലൂടെ പോയിരിക്കുന്ന കാരണം എന്താ, ഐ മൈനസ് I1 ഇൻറ്റു ആർ, വീണ്ടും പോകുന്നു, ഇവിടെ ഒന്നും റെസിസ്റ്റർ ഇല്ല. ഈസ് ഈക്വൽ ടു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോയത്. അപ്പോൾ ഈസ് ഈക്വൽ ടു വീണ്ടും എന്തോന്നു ഇ. കേസ് നമ്പർ 2. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു മെഷർ എടുത്തോളൂ. മൂന്നാമത്തെ ക്ലോസ്ഡ് മെഷറാണ് എ ബി സി ജി എ. ഇൻ ക്ലോസ്ഡ് മെഷ് എ ബി ജി സി എ, എ ബി ജി സി എടുത്തിരിക്കുന്നു. അപ്പോൾ എ ബി ജി സി എടുക്കുമ്പോൾ ക്ലോസ്ഡ് മെഷറാണ്. ഇൻ ക്ലോസ്ഡ് മെഷ് എ ബി സി ജി എ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്യാം, ക്ലോക്ക് വൈസ് ആയി ട്രാവൽ ചെയ്യാം. അപ്പം ഞാനിത് യാത്ര ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ കറണ്ട് പോകുന്ന, ഞാൻ പോകുന്ന ഡയറക്ഷനിലേക്ക് തന്നെയാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ I1P നേരെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ കറണ്ട് വരുന്നത് ഇങ്ങോട്ടാ, ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ടാ. സോ ഇഫ് കറണ്ട് ഫ്ലോസ് എഗെയിൻസ്റ്റ് അവർ മൂവ്മെന്റ്, നമ്മൾ പോകുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് ഐ ആർ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ നേരെ നോക്കിയാൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കറണ്ട് പോകുമ്പോൾ I1P മൈനസ്, ശ്രദ്ധിച്ചോളെ, പ്രധാനപ്പെട്ട ഭാഗമാണ്, മൈനസ് ഐ മൈനസ് I1 ഇൻറ്റു ആർ. റെഡി? മൈനസ് വീണ്ടും വന്നു ഐ മൈനസ് I1 ഇൻറ്റു ക്യൂ. റെഡി? ഈസ് ഈക്വൽ ടു, നോക്കി ലൂപ്പ് മുഴുവൻ ഞാൻ തിരിച്ചിവിടെ എത്തി. ജിയിൽ നിന്ന് തുടങ്ങി ജി തന്നെ തിരിച്ചു വന്നു. ജിയിൽ നിന്ന് തുടങ്ങി ജി തന്നെ തിരിച്ചു വന്നപ്പോൾ ഈസ് ഈക്വൽ ടു, ഇനി EMF നോക്കണം. ഈ സർക്യൂട്ടിൽ സെല്ലില്ല. അപ്പം പ്രധാനപ്പെട്ട പോയിന്റ് കൂടി, ഇഫ് ദർ ഇസ് നോ സെൽ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ദ EMF ഈസ് ടേക്കൺ ആസ് 0. ആ ലൂപ്പിനകത്ത് ഒരു സെല്ലില്ലെങ്കിൽ നമ്മൾ EMF 0 ആക്കി എടുക്കണം. അപ്പം നമ്മൾ എന്തായിരിക്കുന്നു, ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. ഇതാണ് ലൂപ്പ് അനാലിസിസ്. തന്നിരിക്കുന്ന ലൂപ്പിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, IIT പ്രിലിംസിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് എങ്ങനത്തോളം സോൾവ് ചെയ്യാന്നുള്ളത്. ഡിറ്റർമിൻ ദ കറണ്ട് ത്രൂ 1 ohm resistance as shown in the figure and also determine the direction. ഡയറക്ഷൻ കണ്ടെത്തണം, ഒപ്പം തന്നെ അതിൻ്റെ എത്രത്തോളമാണ് കറണ്ട് എന്നുള്ളതും കണ്ടെത്തണം. അപ്പം നമുക്ക് സർക്യൂട്ട് ഡയഗ്രം തരാം. സർക്യൂട്ട് ഡയഗ്രം തരുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2015 ആണെന്ന് തോന്നുന്നു, 2015 ക്വസ്റ്റ്യൻ. നമ്മൾ കറണ്ട് എടുക്കുകയാണെങ്കിൽ ലൂപ്പ് എടുക്കുന്നു. ആ ലൂപ്പിൽ what is the magnitude of current through PQ and also determine the direction. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് റൂളാണ് ഇവിടെ വരുന്നത്, കിർച്ചോഫ് ജംഗ്ഷൻ റൂളും വരുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഓരോ റൂളും അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ 2 സെല്ലുകളുള്ളത്. ഒരു സെല്ല് 9 വോൾട്ട് ഇവിടെ ഉണ്ട്, മറ്റൊരു സെല്ല് 6 വോൾട്ടിൻ്റെ സെല്ല് ഇതാ. റെഡി? ഞാൻ ഈ സെല്ല് എടുത്തു. ആ സെല്ല് എടുത്തിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഞാൻ ഐ ആക്കി എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, ഇവിടുന്ന് വേണം ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഐ കറണ്ട് ആക്കി എടുത്തു. അത് ഈ ജംഗ്ഷനിലെത്തി. ജംഗ്ഷനിലേക്ക് കറണ്ട് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ കറണ്ട് ഞാൻ I1 ആക്കി എടുത്തു.
ഇൻകമ്മിങ് കറണ്ട് ഐ ആണ്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത കറണ്ട് I1 ആണ്. എങ്കിൽ ഈ കറണ്ട് എത്ര വരുന്നു? ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ താഴോട്ടേക്ക് പോയി P2Qയിലേക്ക് വന്നു. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നത് I മൈനസ് I1 ആയിരിക്കും. ഓക്കെ, ആ കറണ്ട് നേരതാ I മൈനസ് I1 ആണ്. I മൈനസ് I1 കറണ്ട് ഇതിലൂടെ പാസ്. ഇനി നേരെ ജംഗ്ഷൻ ക്യൂവിലെത്തി. ജംഗ്ഷൻ ക്യൂവിലേക്കുള്ള ഇൻകമ്മിങ് കറണ്ട് I മൈനസ് I1 ഉണ്ട്, I1 ഉണ്ട്. രണ്ടും കൂടി സം ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറുന്നു? I ആയിട്ട് മാറുന്നു. നേരെ തിരിച്ചുവിടും. ഇതാണ് സർക്യൂട്ട്. റെഡി? ഇതിൽ സ്വാഭാവികമായിട്ടും ചിലൊരു സംശയങ്ങൾ വരാം. ഈ സെല്ലും ഒരു കറണ്ട് ഡ്രിവൺ ചെയ്യൂലേ? അത് നമുക്ക് I2 എന്ന് കൊടുക്കണ്ടേ? നമ്മളതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ല് ഉള്ളത് കൊണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്തിരിക്കുന്ന കറണ്ട് I മൈനസ് I1 എന്നുള്ളത്. ഇനി സെല്ലില്ല എങ്കിലും അത് I മൈനസ് I1 തന്നെയാണ്. അത് KVLന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. KVL ഇഫ് ദർ ഈസ് നോ സെല്ല് ദ EMF ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇവിടെ നമ്മൾ സെല്ലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് EMF ഈസ് ഈക്വൽ ടു 6 വോൾട്ട് എന്ന് വരും. ഞാനത് സ്റ്റെപ്പിലൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, സോ ആ വേരിയബിൾസ് ആക്കി എടുത്തിരിക്കുന്നു. ഈ കറണ്ട് I1 ആക്കി എടുത്തു, ഇത് I1 ആക്കി എടുത്തു. ഇത് I മൈനസ് I1 ആണ്. റെഡി? അപ്പോൾ ഒരു ലൂപ്പ് എടുക്കുന്നു. ടേക്ക് എനി ഫിക്സഡ് ഡിറക്ഷൻ. ഞാൻ ഇങ്ങനെ ഒരു ഡിറക്ഷൻ എടുത്തു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നു. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്നു. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെ കറണ്ട് പോകുന്നത്. കറണ്ട് ഇങ്ങനെ തന്നെ വന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് I ആൻഡ് R എടുക്കുന്നു. നമുക്ക് ലൂപ്പ് കാണണ്ടേ? അപ്പോൾ ലൂപ്പ് എടുക്കണമെങ്കിൽ നമുക്കിവിടെ നെയിം ചെയ്യാം A, B, C, D. റെഡി? അപ്പോൾ ഒന്നാമത്തെ ലൂപ്പ് നോക്കിക്കോളൂ. ഫസ്റ്റ് ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത് APQD. Enclosed loop APQD ക്ലോസ് ലൂപ്പ് എടുത്തു വെച്ചു. അത് നമ്മൾ ട്രാവൽ ചെയ്യാണ്. ഇതാ ട്രാവൽ ചെയ്ത് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഇതിലൂടെ കറണ്ട് ആൻഡ് ഡിസ്റ്റൻസ് എന്ത് വരുന്നു? I ഇൻറ്റു 2. ഇപ്പോൾ 2I. റെഡി? ഇതിലൂടെ പാസ് ചെയ്യാൻ 2I. പ്ലസോ മൈനസോ നോക്കാം. ഇതെങ്ങനെ തന്നെ ട്രാവൽ ചെയ്യുന്നു. ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇതിലൂടെ നേരെ വന്നു. ഇങ്ങോട്ടേക്ക് വന്ന കറണ്ട് I1 ആണ്. I1 കറണ്ട് പോകുന്ന അതേ ഡയറക്ഷനിലേക്കാണ് ഞാനും പോകുന്നത്. സോ നമ്മൾ എന്താക്കി എടുക്കുന്നു? പ്രൊഡക്റ്റ് എന്താക്കി എടുക്കണോ? പ്ലസ് ആക്കി എടുക്കണം. റെഡി? അപ്പോൾ 2I പ്ലസ് 1 ഇൻറ്റു I1. ഇവിടുത്തെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. 1 ഇൻറ്റു I1 വീണ്ടും പോകുന്നു. നേരെ ഇങ്ങനെ ട്രാവൽ ചെയ്തു. അപ്പോൾ ട്രാവൽ ചെയ്തപ്പോൾ അതേ ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നു. പ്ലസ് 3I. ഓക്കെ, അപ്പോൾ ഇനി റെസിസ്റ്ററുകൾ IRകളെല്ലാം കഴിഞ്ഞു. കറണ്ട് പോകുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത് അനലൈസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എല്ലാം പോസിറ്റീവ്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഡിസ്റ്റൻസ് കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? EMF വരുന്നു. അപ്പോൾ EMF വരുമ്പോൾ നോക്കിക്കോളൂ. ട്രാവൽ ചെയ്യുന്നത് കറണ്ട് പോകുന്ന നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്തു. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ്. അതുകൊണ്ട് EMF എന്താക്കി എടുക്കുന്നു? പോസിറ്റീവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു EMF എത്ര വന്നു? 9 വോൾട്ട്. ഓക്കെ, 9. റെഡി? ഇനി ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5I പ്ലസ് I1 ഈസ് ഈക്വൽ ടു 9. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി രണ്ടാമതൊരു ലൂപ്പ്. ഈ ലൂപ്പ് എടുത്തോളൂ. റെഡി? ക്ലോസ്ഡ് ലൂപ്പ്. ഇൻക്ലോസ്ഡ് ലൂപ്പ് PBCQ. ഓക്കെ, ആ ക്ലോസ്ഡ് ലൂപ്പിനകത്തൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഇത് ട്രാവൽ ചെയ്ത് ഇങ്ങനെ തന്നെ വരുന്നു. ദ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഡിസ്റ്റൻസ് എവിടെ വന്നു? 3 ഇൻറ്റു I മൈനസ്, ഇതാണ് ഡയറക്ഷൻ, 3 ഇൻറ്റു I മൈനസ് I1. നേരെ ഇങ്ങനെ ട്രാവൽ ചെയ്താ മുകളിലോട്ടേക്ക് പോന്നു. പക്ഷെ നോക്കൂ, കറണ്ട് ഇവിടെ താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ കറണ്ട് താഴോട്ടേക്ക് വന്നതുകൊണ്ട് നമ്മൾ എന്താക്കി എടുക്കണോ? ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കറണ്ട് വന്നു. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഓഫ് IR ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ മൈനസ് 1 ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു, നോക്കിക്കൊള്ളണേ, ട്രാവൽ ചെയ്തു ഇങ്ങനെ തന്നെ പോന്നു. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ? അപ്പം ഈസ് ഈക്വൽ ടു 6. റെഡി? ഇക്വേഷൻ നമ്പർ 1 ഇതാ. എനിക്ക് ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 3I മൈനസ് 3I1 മൈനസ് I1 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, 3I മൈനസ് 4I1 ഈസ് ഈക്വൽ ടു 6. ഇക്വേഷൻ നമ്പർ 2.
ഇവിടെ 5i പ്ലസ് i1 ഈസ് ഈക്വൽ ടു 9 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയോ 3i മൈനസ് 4i1 ഈസ് ഈക്വൽ ടു 9 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് i1 സോൾവ് ചെയ്യണം. അപ്പോൾ i1 സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി നോക്കിക്കോളൂ. ഈ ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 4 ഏത് മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ -4 ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുന്നു? 20i × 4 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ 20i പ്ലസ് 4i ഈസ് ഈക്വൽ ടു 36. ഇക്വേഷൻ നമ്പർ 1 2 3 4 3 റെഡി. ഇനി രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസും കൂടി എന്തിരിക്കുന്നു? × 4i1 വരുന്നുണ്ട്. രണ്ടും കൂടി സം ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കൂടി സം ചെയ്യുകയാണെങ്കിൽ സം ചെയ്യുന്ന ഇക്വേഷൻസ് എന്താ? 2 + 3 ഇംപ്ലൈസ് 2ഉം 3ഉം കൂടി ആഡ് ചെയ്യുന്നു. 2ഉം 3ഉം കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തരുന്നു 23i ഈസ് ഈക്വൽ ടു 42. Therefore, I is equal to 42 divided by 23. I കിട്ടി. I is equal to 42 divided by 23. I അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? I1 ആണ്. അപ്പോൾ I1 കണ്ടെത്തുവാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. അപ്പോൾ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരാം? ഒന്ന് നോക്കിക്കോളൂ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 5 × 42 divided by 23 plus I1 is equal to 9. Okay. Therefore, I1 is equal to 9 minus 5 into 42 divided by 23. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ I1 is equal to 9 minus 5 into 42 by 23. That is equal to കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9 മൈനസ് 9.13 എന്ന് വരും. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.13 എന്ന ആൻസറിലേക്ക് വന്നു. അപ്പോൾ കറണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് I1 ഈസ് ഈക്വൽ ടു മൈനസ് വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് നെഗറ്റീവ് അല്ല. കറണ്ട് ഒരു പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. റെഡി. കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി അതെന്തുകൊണ്ടാണ് വെക്റ്റർ ആവാതിരുന്നത്? അതിനുള്ള റീസൺ കൂടിയുണ്ട്. നമ്മളിപ്പോൾ കിർച്ചോഫ് ലോ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ രണ്ട് കറണ്ട് എടുത്തിരിക്കുന്നു. നമ്മൾ വെക്റ്റർ അഡീഷൻ എടുക്കുന്നു. രണ്ട് വെക്റ്റർ എടുത്ത് മൂന്നാമത്തെ വെക്റ്റർ ഇതാ. If two vectors can be represented by the adjacent side of a triangle, then the closing side in the reverse order gives the resultant vector എന്നല്ലേ. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് പാസ് ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. അതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും ഇത് എന്നുള്ളത് ലോ ഒന്നും കറണ്ട് ഒബേ ചെയ്യുന്നില്ല. ട്രയാങ്കുലർ ലോ ഒബേ ചെയ്യൂല. ഒപ്പം തന്നെ പാരലോഗ്രാം ലോ ഒബേ ചെയ്യൂല. ഇവിടെ കിർച്ചോഫ് ലോ വരുന്നത് കറണ്ടിൻ്റെ സമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മൾ കറണ്ടിനെ കൺസിഡർ ചെയ്യുന്ന എന്തായിട്ടാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ്. ഓക്കെ. കറണ്ട് ഒരു പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പം നെഗറ്റീവ് ഇല്ല. അപ്പം നെഗറ്റീവ് എന്നിവിടെ വരാൻ കാരണം ഞാൻ എടുത്തിരിക്കുന്ന ലൂപ്പ് ഇങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പോൾ കറണ്ട് ഞാൻ പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോകുന്നതായിട്ട് എടുത്തിട്ടാണ് ഇത് സോൾവ് ചെയ്ത്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കറണ്ടാണ് -0.13. ഇങ്ങനെയാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്തത്. റെഡി. കറണ്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത്. I1 താഴോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും I1 ഡയറക്ഷൻ ഇതല്ല. ഇപ്പോൾ P to Q അല്ല ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. ദ ഡയറക്ഷൻ ഈസ് ഫ്രം Q to P. അപ്പോൾ കറണ്ട് എന്ത് വരുന്നു? 0.13 ആംപിയർ. ഓക്കെ. 0.13 ആംപിയർ ഈസ് ഫ്ലോയിങ് ഫ്രം Q to P. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ.